ജോസഫ്, അല്പം മുമ്പ് ശ്രീ ഉണ്ണികൃഷ്ണ ഉണ്ണിത്താൻ ചൂണ്ടിക്കാണിച്ച കുറേയേറെ കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ തൊഴിൽ മന്ത്രി, കേരളത്തിന്റെ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി മുന്നോട്ട് വെച്ച ചില കാര്യങ്ങൾ ഇവിടെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യേണ്ട മറ്റ് പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ കൂടിയുണ്ട്. കാരണം ഒന്ന്, ആശാ വർക്കർമാരുടെ വിഷയം. അത് തൊഴിൽ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി എന്തുകൊണ്ട് അത് നേരായ രീതിയിൽ അഡ്രസ്സ് ചെയ്യാതെ പോയി? കുറച്ച് മുമ്പ് ഇവിടെ സംസാരിച്ചതുപോലെ തന്നെ കർഷകരുടെ പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ കയർ മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ കേരളത്തിൽ നിലവിലുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാതെ ചർച്ച ചെയ്യാതെയാണ് ഇപ്പോൾ കേന്ദ്ര നിയമങ്ങൾക്കെതിരെ വാളെടുക്കുന്നത് എന്നാണ് BMSന്റെ പ്രതിനിധി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചത്. ഇതിന് താങ്കളുടെ ഒരു പ്രതികരണം എന്താണ്? പ്രിയപ്പെട്ട കിഷോർ, ഞാൻ അവർ പറഞ്ഞതിനൊന്നും മറുപടി പറയാനോ അതൊന്നും വിലയിരുത്താനോ ഞാൻ കൂട്ടാക്കുന്നില്ല, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. സമയം ചുരുക്കമുണ്ടത്. ഇവിടെ വിഷയം വളരെ 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 ലളിതമാണ്. തൊഴിലാളിക്ക് ജോലി എടുത്തു കഴിഞ്ഞാൽ അവന് കൂലി കിട്ടണം. ആ കൂലിക്ക് പുറമേ അവൻ്റെ സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തണം. ഇതിന് ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ വിഷയം ഇത് എങ്ങനെ കൊടുക്കണം, എന്ത് ചെയ്യണം എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 43 എന്താ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലെ? ഏതൊരു തൊഴിലാളിക്കും, ഇന്ത്യയിൽ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ഏതൊരു തൊഴിലാളിക്കും ജീവിക്കാൻ ആവശ്യമായ, എങ്ങനെ ജീവിക്കാൻ, ഡീസൽ ലൈഫ്, മാന്യമായി ജീവിക്കാൻ കഴിയുന്ന ജീവിത വേതനം കൊടുക്കണമെന്നാണ് ആർട്ടിക്കിൾ 43 പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ കടന്നു പോകുന്നില്ല. അതുപോലെ തന്നെ ആ തൊഴിലാളിയുടെ സംരക്ഷണം ഉറപ്പുവരുത്താനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണം. ഇവിടെ ഇത് വളരെ ശാസ്ത്രീയമായി ചെയ്യുന്നൊരു മേഖലയുണ്ട്. ഇപ്പോൾ 7ാം ശമ്പള കമ്മീഷൻ നമ്മളെടുത്ത് നോക്കൂ. 7ാം ശമ്പള കമ്മീഷൻ ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ 45 പേരടങ്ങുന്ന വിദഗ്ധ സമിതി കണ്ടെത്തിയ ഒരു റിപ്പോർട്ടാണ് അവിടെ ഉള്ളത്. ആ റിപ്പോർട്ടിൽ SSLCക്ക് താഴെ വിദ്യാഭ്യാസമുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് എത്രമാത്രം അവൻ്റെ കുടുംബത്തിന് കഴിയാനായിട്ട് വേതനം വേണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ആ വേതനം ഇന്ന് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത് 27,900 രൂപയാണ്. അവൻ്റെ 18,000 രൂപ അടിസ്ഥാന ശമ്പളവും 55% DAയും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രം അവന് കിട്ടുന്നത് 27,900 രൂപയാണ്. ഇതൊരു ദിവസമായിരുന്നു കണക്കാക്കി കഴിഞ്ഞാൽ ഏതാണ്ട് 1000 രൂപയ്ക്ക് അടുത്ത് വരും. ഇത് ഈ രാജ്യത്തെ തൊഴിലാളിക്ക്, ഏതൊരു തൊഴിലാളിക്കും കിട്ടാനുള്ള അർഹതയുണ്ട്. അതിനുവേണ്ടിയുള്ള നീക്കമാണ് നടത്തുന്നത്. അതൊരു ദേശീയ വേതനമായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകണം. അതിന് പകരം എന്താ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ ഉണ്ണിത്താൻ പറഞ്ഞതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല, അതൊന്നും ഞാൻ തർക്കിക്കാനിട്ടുമില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്ന തറവേതനം എന്ന് പറയുന്നത് 220 രൂപയാണ് ഒരു തൊഴിലാളിയുടെ തറവേതനം നിശ്ചയിച്ചിരിക്കുന്നത്. അവിടെ എനിക്ക് പറയാനുള്ളൊരു പോയിന്റ്, രാജ്യത്തെ സാധനങ്ങളുടെ വിലയെല്ലാം ഒന്നാണ്, നികുതികളെല്ലാം ഒന്നാണ്, പലിശയെല്ലാം ഒന്നാണ്, സർക്കാർ ജീവനക്കാരുടെ ശമ്പളമെല്ലാം ഒന്നാണ്, പെൻഷനുകൾ ഒന്നാണ്, കോടതി നടപടികളെല്ലാം ഒന്നാണ്, നിയമങ്ങളെല്ലാം ഒന്നാണ്. പക്ഷേ തൊഴിലാളിയുടെ ജോലിക്ക് കൂലി കൊടുക്കുന്നത് മാത്രം ഒന്നല്ല. തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ നടപടികൾ ഉണ്ടാകുന്നില്ല. ഇതെല്ലാം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ പേരിലാണ് ഈ തൊഴിലാളി ദ്രോഹ നടപടികൾ ചെയ്യുന്നതെന്നാണ് വാദം. പക്ഷേ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന ആ തിയറി ഉണ്ടാക്കിയതാരാ? വേൾഡ് ബാങ്കാണ്. 2003 ആ തിയറി രംഗത്ത് വരുന്നത്. പക്ഷെ അതേ വേൾഡ് ബാങ്ക് തന്നെ ഇത് അശാസ്ത്രീയമാണെന്നും ഇത് നടപ്പിലാക്കേണ്ട ആവശ്യമില്ലെന്നും ഒരു കാരണവശാലും ഒരു രാജ്യവും നടപ്പിലാക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് വേൾഡ് ബാങ്ക് തന്നെ 2021 തീരുമാനമെടുത്തിരിക്കുന്നു. ആ 21 തീരുമാനമെടുത്തതിനെ ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഇവിടെ കേരളത്തിലായാലും ഇന്ത്യയിലാണെങ്കിലും ഈ രാജ്യമൊട്ടാകെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ പുറകെ നടക്കുന്നത്. എന്ത് മ്ലേച്ഛകരമാണ്, എന്തൊരു വിരോധാഭാസമാണ് ഈ നടത്തുന്ന പ്രക്രിയ. അപ്പോൾ അതല്ല ഇവിടെ വേണ്ടത്. ഒരു തൊഴിലാളി ഇവിടെ ജോലി ചെയ്താൽ അവന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വേതനം ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന പോലെ കിട്ടണം. അത് ആശമാരാണെങ്കിലും, അത് അംഗനവാടിക്കാരാണെങ്കിലും, അത് പാലിയേറ്റീവ് കെയർ ആണെങ്കിലും, ഏത് മേഖലയിലാണെങ്കിലും അവരെ ഒന്നും കൺസോർഷ്യത്തിൻ്റെയും പിന്നെ ഇൻസെൻറ്റീവിൻ്റെയും പേരിൽ തളച്ചിടപ്പെടേണ്ടവരല്ല. കൺസോർഷ്യം കൊടുക്കുക, വേതനം കൊടുക്കുക, ഇൻസെൻറ്റീവ് കൊടുക്കുക, അല്ലെങ്കിൽ ഓണറേറിയം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു നിയമത്തിലും, ഇന്ത്യയിലെ ഒരു നിയമത്തിലും പരാമർശിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ്. മിനിമം വേജസ് ആക്ടിലോ പേയ്മെൻറ്റ് വേജസ് ആക്ടിലോ ഇത് പരാമർശിച്ചിട്ടുണ്ടോ? കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ടോ? ഐഡി ആക്ടിൽ പറയുന്നുണ്ടോ? ഏതെങ്കിലും നിയമപുസ്തകത്തിലുണ്ടോ? ഇല്ല. ഇല്ലാത്ത വേതന ഘടന ഈ രാജ്യത്തെ തൊഴിലാളികളുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ആധുനിക അടിമത്തത്തിലേക്കാണ് തൊഴിലാളികളെ ഭരണകൂടങ്ങൾ അതേതായാലും നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കാരണവശാലും ഇന്ത്യയിലെ തൊഴിലാളികൾ അംഗീകരിക്കില്ല. വളരെ ശക്തമായിട്ടുള്ള, ഇതിപ്പം ഒരു ദിവസത്തെ പണിമുടക്കാണ് നടന്നിട്ടുള്ളതെന്നുണ്ടെങ്കിലും ഇനി വരാൻ പോകുന്ന വളരെ ശക്തമായ പണിമുടക്കുകൾ ഈ രംഗത്തുണ്ടാകും, ഈ വിഷയങ്ങളുണ്ടാകും എന്നും കൂടി മുന്നറിയിപ്പ് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു.